Dear students, next topic is sampling distribution. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അതിൻ്റെ അകത്ത് ബൈനോമിയലും ഓസോണും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചു. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് അറിയണം. സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എനി മെഷറബിൾ ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ഈസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ സാമ്പിൾ വാല്യൂസിൻ്റെ മെഷറബിൾ ഫങ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സാമ്പിൾ മീൻ, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. അതായത് നമ്മൾ സാമ്പിൾ വാല്യൂസ് x1, x2, എക്സെട്ര xn ഉണ്ടെങ്കിൽ അതിൻ്റെ മീൻ എഴുതുന്നതിന് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ xi/n എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേരിയൻസ്, സാമ്പിൾ വേരിയൻസ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് S² ആണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് S ആണ്. സോ ഓൺ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സാമ്പിൾ വാല്യൂസിൻ്റെ ഫങ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് പാരാമീറ്റർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റർ പറഞ്ഞിരുന്നു. എന്താണ്? ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷനിൽ വരുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ എന്ന് പറയാറുണ്ട്. അതായത് പാരാമീറ്റർ എന്ന് പറയുന്നത് any function of population values is called parameter. അപ്പോൾ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻസ്. പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ് ഇസ് കോൾഡ് പാരാമീറ്റർ. അതായത് പോപ്പുലേഷൻ മീന്, മീഡിയൻ, മോഡ്, വേരിയൻസ് ഇതെല്ലാം പാരാമീറ്ററിൽ വരും. ദെൻ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എനി മെഷറബിൾ ഫങ്ഷൻ ഓഫ് എ സാമ്പിൾ വാല്യൂസ് ഇസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്. ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ് തന്നെ നമ്മൾ പാരാമീറ്റർ തന്നെയാണ് പറയാറ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ, ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പാരാമീറ്റേഴ്സ് മ്യൂവും സിഗ്മയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ദെൻ മറ്റേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പാരാമീറ്റർ വരുന്നത് എന്നും പിയും. പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റർ എം. ഓക്കെ, അപ്പോൾ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കുമാണ് രണ്ട് ഡെഫിനിഷൻ പറഞ്ഞത്. ദെൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്കും ഒരു റാൻഡം വേരിയബിൾ തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക് ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. ദെൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. പിന്നെ നമ്മൾ ഈ സെക്ഷനിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സാമ്പിൾ മീൻ ഏത് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സാമ്പിൾ മീൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ ഓഫ് സാമ്പിൾസ്, distribution of mean of samples taken from a normal population, n mu sigma with mean mu and standard deviation sigma. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാമ്പിൾ മീൻ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് എഴുതാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പിൾസ് എടുക്കുന്നത്
നോർമൽ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന സാമ്പിൾസ് ആണ് ഞാൻ എടുക്കുന്നത്. അതായത് നോർമൽ പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിൾസ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സാമ്പിൾസ് x1, x2, etc. xn, x1, x2, etc. xn taken from a normal population with mean mu and standard deviation sigma. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the distribution of x bar. Find the distribution of x bar. x barന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x bar നമുക്കറിയാം x1 + x2 + etc. + xn ഹോൾ ഡിവൈഡഡ് ബൈ n ആണ് x bar എന്ന് പറയുന്നത്. ഈ x barന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം x നോർമൽ വേരിയബിൾ ആണെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ് if x follows n mu sigma then mx of t moment generating function of x normal distribution moment generating function എന്താണ് e raised to t mu plus t square sigma square by 2 ഇതാണ് moment generating functionന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് ഒരു നോർമൽ വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻t mu plus t square sigma square by 2 ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസ് അതായത് സാമ്പിൾസ് x1, x2, etc. xn എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിളാണ്. നോർമൽ വേരിയബിൾസ് ആണ് x1, x2, etc. xn എന്ന് പറയുന്നത്. അതായത് x1 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു, x2 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു, etc. xn നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x bar ആണ് കണ്ടുപിടിക്കേണ്ടത്. x bar നമുക്കറിയാവുന്ന കാര്യമാണ്. x bar എന്ന് പറയുന്നത് x1 + x2 + etc. + xn ഹോൾ ഡിവൈഡഡ് ബൈ n ആണ് x bar എന്ന് പറയുന്നത്. ഞാനവിടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് x bar ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. Moment generating function of x bar, that is mx bar of t equal to m x bar എന്ന് പറയുന്നത് നമുക്കറിയാം x1 + x2 + etc. + xn x1 + x2 + etc. + xn whole divided by n of t that is equal to ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ x1 + x2 + etc. + xn by n നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. x1 by n plus x2 by n plus etc. plus xn by n ആയിട്ട് എഴുതാൻ പോകാം. ദിസ് mx1 by n plus x2 by n plus etc. plus xn by n of t അങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ് m x plus y of t equal to mx of t into my of t. ഒരു മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഒരു പ്രോപ്പർട്ടിയാണ് mx plus y of t equal to mx of t into my of t. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം mx1 by n of t into mx2 by n of t into etc. into mxn by n of t എല്ലാം പ്രോഡക്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് mx plus y plus z പ്ലസ് അങ്ങനെ പോയിരിക്കുന്നത് x1, x2, etc. xn ഉള്ള ഫോമിൽ. നമുക്കതിനെ ആ ഫോമുല വെച്ചിട്ട് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം mx1 by n of t into mx2 by n of t into etc. mxn by n of t. ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം mx1 by n of t into mx2 by n of t into etc. mxn by n of t. ഇനി വേറൊരു പ്രോപ്പർട്ടിയാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ max of t equal to mx of at. max of t എന്ന് പറയുന്നത് mx of at യോട് ഈക്വൽ ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിനെ t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. ഇവിടെ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 1/n ആണ്. 1/n നെ t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. x2ൻ്റെ കോഎഫിഷ്യൻ്റ് 1/n ആണ്. 1/n നെ t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം.
n. That is equal to mx1 of t by n into mx2 of t by n into etc. mxn of t by n. mx1 of t by n into mx2 of t by n into mxn of t by n. ഇനി ഈ x1 x2 etc. xn എന്ന് പറയുന്നത് നമുക്കറിയാം നോർമൽ വേരിയബിൾ ആണ്. x1 x2 etc. xn എന്ന് പറയുന്നത് നോർമൽ വേരിയബിൾ ആണ്. അപ്പോൾ mx1 of t എന്തായിരിക്കും? നോർമൽ വേരിയബിളിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ e raised to t mu plus t square sigma square by 2 ആണ്. അപ്പോൾ mx1 of t എന്ന് പറയുന്നത് e raised to t mu plus t square sigma square by 2 ആണ്. mx1 of t. ഇവിടെ വന്നിരിക്കുന്നത് mx1 of t by n ആണ്. mx1 of t by n എന്ന് പറയുമ്പോൾ ഇവിടുത്തെ t ക്ക് പകരം t by n കൊടുക്കാം. t ക്ക് പകരം t by n കൊടുക്കുമ്പോൾ എങ്ങനെ വരും? That is equal to e raised to t mu by n plus t square t by n the whole square. That is t square by n square വരും. t square sigma square by 2 n square into അടുത്ത mx2 of t by n എന്ന് പറയുന്നത് e raised to t mu by n plus t square sigma square by 2 n square into etc. Last term അങ്ങനെ വരും e raised to t mu by n plus t square sigma square by 2 n square വരും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എല്ലാം സെയിം ടേം തന്നെയാണ്. e raised to t mu by n plus t square sigma square by 2 n square into e raised to t mu by n plus t square sigma square by 2 n square into etc. അപ്പോൾ e raised to t mu by n plus t square sigma square by 2 n square എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത്? ഇത് എത്ര ടേമാണ് വരുന്നത്? n ടേംസ്. അതായത് x1 x2 etc. xn n ടേംസ് ആണ് വരുന്നത്. അപ്പോൾ n ടൈംസ് ഈ ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ദിസ് റൈസ് ടു n കൊടുത്താൽ മതി. അപ്പോൾ റൈസ് ടു n കൊടുത്താൽ mx bar of t equal to e raised to t mu by n plus t square sigma square by 2 n square raised to n. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടാണ് raised to n. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇയുടെ പവർ ആയിട്ട് വരുന്നത് t mu by n plus t square sigma square by 2 n square ആണ്. ഈ പവർ നോക്കിയാൽ പവർ രണ്ട് ടേം ആണ് പവർ വരുന്നത്. ഈ രണ്ട് ടേമിലും 1/n കോമൺ ആണ്. 1/n കോമൺ ആയതുകൊണ്ട് ഈ പവറിൽ നിന്ന് ഞാൻ 1/n ഔട്ട്സൈഡ് എടുക്കുക. 1/n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? e raised to t mu plus t square sigma square by 2n raised to 1/n into 1/n the whole raised to n. ഇത് ഏത് ഫോമില വന്നിരിക്കുന്നത്? ഇത് വന്നിരിക്കുന്നത് a raised to m the whole raised to n എന്നുള്ള ഫോമില വന്നിരിക്കുന്നത്. a raised to m the whole raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to mn ആണ്. അപ്പോൾ a raised to mn വരുമ്പോൾ അങ്ങനെ 1/n into n വരുന്നത്. 1/n into n ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് e raised to t mu plus t square sigma square by 2n. നമ്മൾ mx bar of t ആണ് വേണ്ടത്. mx bar of t, that is e raised to t mu plus t square sigma square by 2n. ഈ e raised to t mu plus t square sigma square by 2n നെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. e raised to t mu plus ഈ ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യുകയാണ്. t square sigma by root 10
the whole square by 2 e raised to t mu plus t square sigma by root 10 the whole square by 2. ഇത് പേര് ഫോർമുലയായി e raised to t mu plus t square sigma square by 2. അപ്പോൾ ഒരു വേരിയബിളിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ e raised to t mu plus t square sigma square by 2 ആണെങ്കിൽ നമ്മൾ പറയും ആ വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ആണ് വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ വന്നിരിക്കുന്നത് e raised to t mu plus t square sigma by root 10 the whole square by 2 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും x bar എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ആണ് വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് 10. അതായത് x bar follows normal distribution with mean mu and standard deviation sigma by root 10. അപ്പോൾ x ഒരു നോർമൽ വേരിയബിൾ ആണെങ്കിൽ x follows n mu sigma ആണെങ്കിൽ x bar follows n mu sigma by root 10 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എക്സ് നോർമൽ വേരിയബിൾ ആണെങ്കിൽ എക്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? എക്സിനെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ആണെങ്കിൽ നമുക്ക് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം സിഗ്മ ബൈ റൂട്ട് 10 follows the standard normal distribution n01. നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ വരുന്നത്? എഫ് ഓഫ് എക്സ് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? 1 by sigma into root 2 pi 1 by sigma into root 2 pi e raised to minus x minus mu the whole square by 2 sigma square ആണ്. അവിടെ മ്യൂ എക്സ് സിഗ്മയ്ക്ക് പകരം സിഗ്മ വരുന്നിടത്തെല്ലാം സിഗ്മ ബൈ റൂട്ട് 10 കൊടുക്കുക. എക്സിന് പകരം എക്സ് ബാർ കൊടുക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ബാർ കിട്ടും. അപ്പോൾ എങ്ങനെ വരും? എഫ് ഓഫ് എക്സ് ബാർ f of x bar equal to 1 by sigma into root 2 pi, that is sigma के बगैर sigma by root 10 into root 2 pi. ये by root 10 ने हमके अंदर ऐसा न्यूमरेटर होते तो root 10 by sigma into root 2 pi into e raised to minus x minus mu the whole square. x വരുന്നുണ്ട് x bar കൊടുക്കണം. x bar minus mu the whole square by 2 sigma by root 10 whole square. sigma square എന്ന് പറയുന്നത് sigma by root 10 whole square, that is sigma square by root 10 square. root 10 whole square, root 10 ന്റെ സ്ക്വയർ എന്താണ്? n ആണ്. അപ്പോൾ n ഇവിടെ വീണ്ടും ഡിനോമിനേറ്ററിൽ വരുന്നത്, അതിനെ വീണ്ടും ന്യൂമറേറ്ററിൽ വരുന്നത്. that is 2 into sigma square ന്യൂമറേറ്ററിലേക്ക് n വരും. അപ്പോൾ root 10 by sigma into root 2 pi e raised to minus n into x bar minus mu the whole square by 2 sigma square. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ് ബാറിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന സാമ്പിൾസിൻ്റെ മീൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് മീൻ മ്യൂ, ബട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് 10 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.